ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് ചാനലെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്വാഭാവികമായും കുറേ ഡൗട്ട്സ് എല്ലാം ഉണ്ടാകാം. ഇത്തരത്തിൽ ഒരു ഡൗട്ട്സാണ് നമ്മുടെ വ്യൂവർ ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായും ഈ ഒരു കാര്യം ഉപകാരപ്പെടുന്നതാണ്. അതിനാൽ തന്നെയാണ് ഇത് വീഡിയോ ആയി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡൗട്ട് എന്ന് നോക്കാം. നിലവിൽ മോണിറ്റൈസ്ഡ് ആയ ഒരു ചാനൽ ഉണ്ട്, ഒരു ചാനൽ കൂടി തുടങ്ങാൻ താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ വേരിഫിക്കേഷൻ നമ്പർ വേറെ കൊടുക്കണോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ അടുത്തതായി ചോദിക്കുന്നത്, പിന്നെ മോണിറ്റൈസ്ഡ് ആയ ചാനലിൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട് പുതിയ ചാനലിന് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഫോൺ നമ്പർ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ സ്പാംസ് എല്ലാം അവോയ്ഡ് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെയാണ് ഫോൺ നമ്പർ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. എന്നാൽ ഒരേ ഫോൺ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് രണ്ട് ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. വി ക്യാൻ യൂസ് ദി ഫോൺ നമ്പർ ടു സെൻഡ് യു എ വേരിഫിക്കേഷൻ കോഡ്. വി ആൾസോ മേക്ക് ഷുവർ ദി ഫോൺ നമ്പർ ഈസ് ലിങ്ക് ടു നോ മോർ ദാൻ 2 ചാനൽസ് പെർ ഇയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്കൊരു വർഷത്തിൽ രണ്ട് ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരേ നമ്പർ യൂസ് ചെയ്യാമെന്നാണ്. അതിനാൽ തന്നെ ഒരേ നമ്പർ യൂസ് ചെയ്ത് രണ്ട് ചാനൽ തുടങ്ങുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇതിന് താഴെയായി കുറച്ച് കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മൾ കുറേ അക്കൗണ്ടിനെല്ലാം ഇതുപോലെ ഒരേ ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു എറർ മെസ്സേജ് ലഭിക്കും. അതായത് ദിസ് ഫോൺ നമ്പർ ഹാസ് ആൾറെഡി ക്രിയേറ്റഡ് ദി മാക്സിമം നമ്പർ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഈ ഒരു ഫോൺ നമ്പർ യൂസ് ചെയ്ത് നമ്മൾ കുറേ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ നമുക്കൊരു മെസ്സേജ് ലഭിക്കും. അതിനാൽ തന്നെ നമുക്ക് ഈ ഒരു ഫോൺ നമ്പർ യൂസ് ചെയ്ത് കുറേ ചാനലൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് രണ്ട് ചാനലെല്ലാം ഒരു വർഷത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരേ നമ്പർ യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റൊരു നമ്പർ കൊടുത്ത് പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് നിലവിലുള്ള ആഡ്സെൻസ് അക്കൗണ്ട്, അതായത് ഇവിടെ മോണിറ്റൈസ്ഡ് ആയ ചാനലിൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട്, ഇത് നമുക്ക് പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന ചാനലിനും കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയി പറയുന്നുണ്ട്, യു ക്യാൻ ആൾസോ മോണിറ്റൈസ് മോർ ദാൻ 1 യൂട്യൂബ് ചാനൽ യൂസിങ് ദി സെയിം ആഡ്സെൻസ് അക്കൗണ്ട് എന്ന്. അപ്പോൾ നമുക്ക് ഒരേ ആഡ്സെൻസ് അക്കൗണ്ട് യൂസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ ചാനലെല്ലാം മോണിറ്റൈസ് ചെയ്യാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള ആഡ്സെൻസ് അക്കൗണ്ട് യൂസ് ചെയ്ത് പുതിയ ചാനൽ കൂടി മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്